Hey, you. എന്താടാ നിനക്കെന്നെ ഓർമ്മയില്ലേ? Hey, mister. What are you talking? Hold your tongue. പച്ച മലയാളത്തിൽ തന്നെ സംസാരിക്കടാ. ദാന്നോ? നിനക്കെന്താ ചെവിട് കേട്ടൂടെ? No. നീ എന്താടാ അലവലാതി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നേ? അലവലാതിന്നോ? അതേടാ. Hey, mister. Yes. Give respect and take respect. നിനക്ക് ഞാൻ എന്തിനാടാ റെസ്പെക്ട് തരുന്നത്? ഭാഷയിലെ രജനികാന്തിനേക്കാളും മികച്ചൊരു ഫ്ലാഷ് ബാക്ക് നിനക്കുണ്ടോ? Stop. Yeah, idiot. എന്തിട്ട് എനിക്കെതിരെ എന്നെ സാക്ഷി പറയാലടാ. മിസ്റ്റർ, ഒരടി കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കളയും നിങ്ങൾ കരുതിയോ? നെവർ. യു നോ മൈ നെയിം, ചന്ദ്രശേഖരൻ നായർ, MA MPhil. ഈ കവിളത്തടിച്ചാൽ ഈ കവിള് കാണിച്ചു കൊടുക്കും. Come on, beat. വെറുതെ എന്റെ കൈ ചീത്താക്കുന്നത് ഇതുപോലെ. ഉരുളമ്പടിയോ? ഉരുളമ്പടി കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചേ? അടിക്കോടാ ഞാൻ. പേടിക്കില്ല ഞാൻ. 100%. എന്താ സംശയം? അടിച്ചാ നീ എന്ത് ചെയ്യും? ഞാൻ ഓടും. അടുത്ത് വരരുത്, അടുത്ത് വന്നാ പ്രശ്നവും. നിനക്ക് മാത്രം എന്താ സംഭവത്തിൽ ഇത്ര റെസ്പോൺസിബിലിറ്റി? എന്നാ നിനക്ക് ബില്ലാദിനെ പിടിക്കാൻ പാടില്ലായിരുന്നു. ഇല്ല സാർ, എനിക്ക് ബില്ലാദിനുമായി യാതൊരു ബന്ധവുമില്ല സാർ. 30 വർഷമായിട്ട് കാണാതെ സുകുമാരക്കുറുപ്പിനെ പിടിക്കായിരുന്നു. കുറുപ്പിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല സാർ. സിസ്റ്റർ. കുടുംബത്തേക്ക് അനിയത്തി വിളിച്ച് കരയുന്ന നിനക്ക് അയ്യോ പോലീസ് പറയണം. എന്താ നിനക്ക് റെസ്പോൺസിബിലിറ്റി? ഇനി എപ്പോഴെങ്കിലും എന്നെ തടസ്സപ്പെടുത്തോടാ? ഇല്ല. പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സാക്ഷി പറയൂ. ഇല്ലേ? ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? അയ്യോ ഇല്ല. അയ്യോ. അവസ്ഥ എന്തായിപ്പോ? അയ്യോ പാവം, ആ ലെക്ചറുടെ കാര്യം അല്ല ഇവിടെ പ്രശ്നം. ആ രാഘവ അടിച്ച പെണ്ണിന്റെ കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയാത്തത്. അതിനെനിക്ക് സംശയമില്ല. ലെക്ചറുടെ അല്ലേ പെങ്ങള്? ലെക്ചറും കിട്ടും. നമ്മളായിട്ട് ഇനി ഒന്നും പറയണ്ട, സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ. My dear students, William Shakespeare, as you like it, Act 2, scene number 7. In this scene, there is a beautiful passage by name 7 stages of life. You know the 7 stages of life? എനിക്കറിയാം സാറേ. Very good. Come on, tell the students. Very good boy. ഇടപ്പള്ളി ബസ് സ്റ്റാൻഡ്, പാലാരിവട്ടം ബസ് സ്റ്റാൻഡ്, കല്ലൂർ ബസ് സ്റ്റാൻഡ്, പനമ്പള്ളി നഗർ. Hey mister, what you are talking? സ്റ്റേജസ്. എന്താണിത്? ഞാൻ വീട്ടിൽ നിന്നും കോളേജിൽ വരുന്നതിനിടയ്ക്കുള്ള സ്റ്റേജസ്. ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളൊക്കെ ഇവൻ അർത്ഥമറിയാതെ ഇടപെട്ടാൽ എങ്ങനെ ഇരിക്കും? 7 stages of life. Number 1. എക്സ്ക്യൂസ് മീ. എന്താണ്? യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാൽ 1 മണിക്കൂർ പിടിച്ചെടുത്താൻ കഴിയില്ലേ? ഓക്കെ സാർ, ഞാൻ കൺട്രോൾ ചെയ്തോളാം. പക്ഷെ സാറും അതുപോലെ തന്നെ ചെയ്യണം. 1 മണിക്കൂർ നിർത്താതെ ക്ലാസ് എടുക്കണം. പറ്റുമോ? എന്നെ കുറിച്ച് എന്താണ് നീ കരുതിയത്? ഐ ആം ചന്ദ്രശേഖരൻ നായർ, MA MPhil. 1 മണിക്കൂർ തുടർച്ചയായി ഞാൻ നടത്തി കാണിച്ചു തരാം. Number 1, infant. Number 2, school boy. Number 3, lover. Lover and soldier. എന്താ സാർ 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് ആയി നിർത്തിയത്? നിർത്തിയതല്ലടാ, ക്യാരറ്റ് അവന്റെ കയ്യിലല്ലേ ഉള്ളൂ, എന്റെ കയ്യിലില്ലല്ലോ. നിഷ കം. മിസ്റ്റർ, കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? എന്നാ സാർ? എന്തെന്നോ ആ സിഗ്നൽ കണ്ടില്ലേ നിങ്ങള്? റെഡ് ലൈറ്റ് സാർ. നിന്റെ സ്കൂട്ടറിന്റെ വീൽ എവിടെയാണ് നിൽക്കുന്നത്? റോഡിന്മേലാണ് സാർ. റോഡിന്മേലാണെന്ന് എനിക്കറിയാം. ഏത് പ്ലേസിലാണ് നിർത്തിയിട്ടുള്ളത്? ഏതോ ബോർഡ് കൊഞ്ചം ക്രോസ് ആയതാണ് സാർ. കൊഞ്ചം ക്രോസ് ആയ? ഞാൻ ഏതോ കൊഞ്ചം ബോർഡർ ക്രോസ് ആയിരുന്നു. കാശ്മീരുകാരൻ പാകിസ്ഥാനിൽ കയറി ഏതോ കൊഞ്ചം ബോർഡർ താണ്ടി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി സമ്മതിച്ചു കൊടുക്കൂടാ? ഒരു തരത്തിലും സമ്മതിക്കാനാവില്ല. വീല് കുറച്ച് മുന്നിൽ പോയതാണ് സാർ. മുന്നിലേക്ക് നീക്കി നിർത്തേണ്ട സ്കൂട്ടർ അല്ലടോ. ജീവിതത്തിൽ നീ മുന്നോട്ട് കയറിക്കും. നീ ഇഷ്ടമുള്ള ഏത് പാതയിലും മുന്നോട്ട് നീക്കി നിർത്തിയാൽ
മറ്റ് യാത്രക്കാർക്ക് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. നീ എന്താ വിചാരിച്ചേ? അറിയില്ല സാർ. അറിയില്ല. വീട്ടിലേക്കുള്ള വഴി അറിയാം, ബാറിലേക്കുള്ള വഴി അറിയും, കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം മേൽ വിലാസം അറിയും, കൂട്ടാടാൻ അറിയാം, വഴക്കൂടാൻ അറിയാം. അതുമല്ല പാൻപരാഗ് പരപരാന്ന് ചവച്ച് റോഡ് നീളെ തുപ്പാനും കഴിയും. അതിനൊക്കെ കൂട്ടായി ലക്ഷക്കണക്കിന് പേരുണ്ട്. വെറും 10 രൂപ കൊടുത്ത് നീ നിരോധ് വാങ്ങിയിരുന്നെങ്കിൽ ഇതാ ഇത്രയും പേര് ഈ സിഗ്നലിൽ പൊള്ളുന്ന വെയിലത്ത് നിൽക്കുമായിരുന്നു. നിന്നെയൊക്കെ വെടിവെച്ച് കൊല്ലേണ്ടതാണ്. സാർ, ഏതോ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പുതിയ സ്കൂട്ടർ വാങ്ങിയതാണ് സാർ. ഇനി അങ്ങനൊന്നും ചെയ്യില്ല സാർ. ഇനി റെഡ് ലൈറ്റ് കണ്ടാൽ 1 മൈൽ അകലെ നിൽക്കൂ സാർ. നിൽക്കുന്നവരൊക്കെ പോയിട്ടേ ഞാൻ പോകൂ സാർ. വെരി ഗുഡ്. അതേതാ ലൈറ്റ്? ഗ്രീൻ ലൈറ്റ് സാർ. മിണ്ടി പോരും. പൊയ്ക്കോ, വേഗം പോകും. എടാ പോടാ പറ്റി. വേഗം പോയി. വെരി ഗുഡ്. ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ചിരിക്കണം. വേഗം പോകും. നാട് നന്നാക്കാൻ പറ്റും. ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഏട്ടാ, വേഗം വേഗം പോ. അയ്യോ, സിസ്റ്റർ, മോളെ ഇതിലെ വാ, ഇതിലെ വാ, ഓടി, ഇതിലെ വാ. ഇത് വലിയ ശല്യമായല്ലോ. ഏട്ടാ, ഞാൻ വരുന്നു. മോളെ ഇതിലെ വാ, പോണേ. ഓടി വാ, വേഗം ഓടിക്കൂ. അവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? പോയി കാണാം. ഏട്ടാ, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. അയാൾ ചിലപ്പോൾ തിരിച്ചു വരും. വേഗം വേഗം എടുക്കാം. ഓടിക്കോ, ഓടിക്കോ. ഏട്ടാ, ഫൈല്. ഫയലൊക്കെ നമുക്ക് വേറെ വാങ്ങാം. അതിൽ എഴുതേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓടിക്കോ. നല്ലൊരു സ്കൂട്ടർ ഉണ്ടായിട്ട് ഈ പന്ന ബസ്സിൽ പോകേണ്ട അവസ്ഥയിലുമായി. ഏട്ടാ, എത്ര നാളെന്ന് വെച്ചിട്ട് ഇങ്ങനെ കള്ളന്മാരെ പോലെ ഒളിച്ചു നടക്കുന്നത്? എന്ത് പറയാനാ മോളെ, ഇത് മനുഷ്യർ തമ്മിൽ നടത്തുന്ന കുരുക്ഷേത്ര യുദ്ധമാണ്. ഇതിൽ ആര് ജയിക്കുമെന്നോ ആര് തോക്കുമെന്നോ ആർക്കും പറയാൻ പറ്റില്ല. നീ എന്തെങ്കിലും സൗണ്ട് കേട്ടോ മോളെ? ഇപ്പൊ കുറച്ചായിട്ട് ഏത് സൗണ്ട് കേട്ടാലും ഭയമാകുക. വാ മോളെ, ഓടി വാ. മോളെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ മോളെ. അയ്യോ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വാ മോളെ. വേഗം വരാൻ. വരാൻ. ഇവിടെ വരാൻ. വേഗം വരും. അയ്യോ, വേഗം വാ. തലയിലെഴുത്ത്. മോളെ, മോളെ, ഏട്ടാ, മോളെ. ആന്റി. അയ്യോ, മോളെ. ഏട്ടാ, ഞങ്ങളൊന്ന് കറങ്ങിട്ട് വരാം മാഷേ. ഏട്ടാ, പോലീസിനെ വിളിക്കൂ. അയ്യോ, അയ്യോ, പോലീസ് ആരെങ്കിലും ഒന്ന് ഓടി വരണേ, രക്ഷിക്കണേ, എന്റെ മോളെ കൊണ്ട് പോകുന്നവൻ. മോളെ, എന്റെ മോളെ, ഞാനൊരു സ്വപ്നം കണ്ടു മോളെ. ഞാനും കണ്ടു ഏട്ടാ. രാഘവൻ നിന്നെ സൈക്കിളിൽ കൂട്ടിക്കൊണ്ടു പോകുന്ന. നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഏട്ടാ. നീ താഴെ വീണു, അവന്റെ മേലെ വീണു. നിന്നെ കെട്ടിപ്പിടിച്ചു, ഞാൻ ഓടിപ്പോയി. നിന്റെ സാരി അവൻ വലിച്ചഴിച്ചു. എന്നെ എടുത്തോണ്ട് ഓടി. സ്റ്റോപ്പ് ഇറ്റ്. നോക്കൂ മോളെ, ഞാനും നീ ഒരേ സ്വപ്നം കണ്ടു.
സ്വപ്നത്തിൽ കൂടി ക്യാരറ്റും കടിച്ചോണ്ട് ഓടി വരിക. എന്ത് പറ്റിയേട്ടാ? എന്ത് പറ്റാനാ, എന്റെ വിധി. അങ്ങോട്ട് നോക്ക് മോളെ. ഒരു കാര്യം ക്ലിയർ ആയി മോളെ. നമ്മുടെ മുന്നിൽ ഒരു മർഡർ നടന്നാലും ശരി, കേസ് കൊടുക്കാനും പാടില്ല, സാക്ഷി പറയാനും പാടില്ല, സത്യം പറയാനും പാടില്ല മോളെ.